സദസ്സിനു വന്ദനം. വിശപ്പ് സഹിച്ചവനെ പച്ചവെള്ളത്തിന്റെ മധുരം അറിയുള്ളൊരു ചൊല്ലുണ്ട്. നാം ഇന്ന് എന്ത് സമൃദ്ധിയിലാ ജീവിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണവും വസ്ത്രവും എല്ലാം ലഭിക്കുന്നു. എന്നാൽ ഇതൊന്നും ലഭിക്കാത്ത ഒരുപാട് കുഞ്ഞുങ്ങൾ നമ്മളെ ചുറ്റുപാടും നിൽക്കുന്നു. അങ്ങനെയുള്ളൊരു ബാലന്റെ കഥയാണ് ഞാനിന്നിവിടെ പറയാൻ പോകുന്നത്. എൻ്റെ കഥയുടെ പേര് എന്താണെന്നറിയോ? ആഗ്രഹം. ഒരു കൊച്ചു ഗ്രാമത്തിൽ ഒരു കൊച്ചു കുടിലിൽ ഒരു ബാലൻ ജീവിച്ചിരുന്നു. അവൻ്റെ പേരാണ് അപ്പു. സ്കൂൾ ജീവിതം എന്താണെന്ന് പോലും അവനറിയില്ല. കഷ്ടപ്പാടും ദാരിദ്ര്യമായിരുന്നു അവൻ്റെ കൂട്ട്. ഒരു നേരത്തെ ആഹാരം പോലും അവൻക്ക് കഴിക്കാൻ ലഭിച്ചിരുന്നില്ല. എന്നാൽ അവൻക്ക് പഠിക്കാൻ വലിയ ആഗ്രഹമായിരുന്നു. ഇത് കണ്ട അവൻ്റെ അമ്മ അവനെ സർക്കാർ സ്കൂൾ ചേർത്തി. സ്കൂൾ ചെന്നപ്പോൾ എല്ലാവർക്കും പുതിയ ബാഗ്, പുതിയ ചെരുപ്പ് എല്ലാം മേടിച്ചിരുന്നു. ഇത് കണ്ട അവൻ്റെ മുഖത്ത് അമ്മക്ക് നോക്കാനേ കഴിഞ്ഞില്ല. അന്ന് അവിടെ വെച്ച് അപ്പൂനെ ബാബുന്ന് പേരുള്ള ഒരു സുഹൃത്തിനെ കിട്ടി. അന്ന് ബാബു ഒരു വലിയൊരു ധനികനായിരുന്നു. ഒരു ദിവസം അപ്പോ ബാബുവിനോട് ചോദിച്ചു, നിന്റെ വീട് ഓലയാണോ ഓടാണോ? ബാബു പറഞ്ഞു, എൻ്റെ വീട് മാളികപ്പുറമുള്ള വീട്. അപ്പോ അതിശയത്തോടെ ചോദിച്ചു, മാളികപ്പുറമുള്ള വീടോ? ബാബു ചോദിച്ചു, നീ അങ്ങനെയുള്ള വീടൊന്നും കണ്ടിട്ടില്ലേ? ഇല്ല, ഞാൻ നിന്നെ ഒരു ദിവസം എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോകാം. അങ്ങനെ ഒരു ദിവസം ബാബു അപ്പുനെ ബാബുടെ വീട്ടിലോട്ട് കൊണ്ടുപോയി. വീട് കണ്ടതും അപ്പു ഞെട്ടിപ്പോയി. അയ്യോ, ഇതെന്താ കൊട്ടാരം പോലെ ഉണ്ടല്ലോ. വാതിൽ തുറന്നതും ബോ ബോ അപ്പു പേടിച്ചു പോയി. അങ്ങനെയുള്ളൊരു മറ്റൊരു വീട്ടിൽ വലിയൊരു പട്ടിക്കുട്ടിന്റെ മുന്നിൽ എന്താണെന്നോ വലിയൊരു പാത്രം നിറയെ ഭക്ഷണം. ഇത് കണ്ട അപ്പൂന് കൊതിയായി. ഒരിക്കൽ ടീച്ചർ ക്ലാസ്സിൽ ചെന്നപ്പോൾ എല്ലാവരോടുമായി ചോദിച്ചു, നിങ്ങൾക്ക് ഭാവിയിൽ ആരാവണം? ഇത് കേട്ടതും അപ്പോൾ ഉറക്കെ വിളിച്ച് പറഞ്ഞു, എനിക്ക് ബാബുയുടെ വീട്ടിലെ പട്ടിക്കുട്ടിയായാൽ മതി എന്ന്. ഇത് കേട്ടതും എല്ലാവരും ചിരിക്കാൻ തുടങ്ങി. എന്നാൽ ചിരി അധികം നേരം ഉണ്ടായില്ല. അപ്പൂടെ അവസ്ഥ മനസ്സിലാക്കിയ കൂട്ടുകാരും അധ്യാപകരും അവനെ പഠിക്കാൻ സഹായിച്ച് അവൻ പഠിച്ച് വലിയ ഉയരങ്ങളിലെത്തി. കൂട്ടുകാരെ, ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് എന്തും നേടാം. അപ്പൂടെ ജീവിതം നമുക്കും ഒരു പാഠമാവണേ. നന്ദി, നമസ്കാരം.